വൈകിട്ട് അമ്പലത്തിൽ ഭജനയുണ്ട്. ആരൊക്കെ വരും? കഷ്ടകാലം കഷ്ടകാലം കഷ്ടകാലം. ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടാണ്. മനുഷ്യന് ഒരു സ്വൈര്യം കഴിക്കാം. പ്രഭാതഭേരിയിൽ അയാൾ മുഴങ്ങും, ചുവരെഴുത്തിൽ അയാൾ തെളിയും. പാർട്ടി ഓഫീസിൻ്റെ പഴയ ഏണിപ്പടി ഇടറി വീഴാൻ പോകുന്ന ആ ഉടലിനെ ചെറുതൂവൽ പോലെ താങ്ങും. എല്ലാവർക്കും മണ്ണകം ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഞാൻ വന്നേക്കണത്, ഞാൻ ഒരു പുതിയ നാടകം സംവിധാനം ചെയ്യുന്നതാണ്. നാടകത്തിൻ്റെ പേര് ബ്രാഞ്ച് സെക്രട്ടറി എന്നാണ്. ഈ നാടകം എഴുതിയിരിക്കുന്നത് നമ്മുടെ ആശാനായിട്ടുള്ള മാഷായിട്ടുള്ള ശ്രീ AR രതീശനാണ്. കുടുംബമുറ്റത്ത് കളിക്കാനുള്ള ഒരു നാടകമാണ്. അപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള ഒരു തീം വെച്ചിട്ടാണ് ചെയ്യണത്. എന്താണ് ബ്രാഞ്ച് സെക്രട്ടറി? ബ്രാഞ്ച് സെക്രട്ടറിനെ കുറിച്ചുള്ള വിമർശനവും സ്വയം വിമർശനവും ഈ നാടകത്തിൽ പറഞ്ഞു പോകേണ്ടതുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ നാടകം ചെയ്തിരിക്കുന്നത്. ഈ നാടകത്തിൽ 2 ടീമാണുള്ളത്. 2 ടീം, ഒന്ന് കല്ലൂരും എളമക്കരയും ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണുള്ളത്. പിന്നെ ഒന്ന് വടുതലയും മുളകാടും വല്ലാറുപാടവും ചേർന്നിട്ടുള്ള ഒരു 2 ടീമിനെയാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനി വീട്ടുമുറ്റത്തേക്ക് ഈ നാടകം പോകും. അപ്പോൾ വീട്ടുമുറ്റങ്ങളിലാണ് ഈ നാടകം കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ നാടകത്തെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ നാടകം കാണാൻ നിങ്ങൾ വരണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, മണ്ണകം ചാനലിലൂടെ ഞാൻ ഈ നാടകം നിങ്ങളെ അറിയിക്കുകയാണ്. മണ്ണകത്തിന് വേണ്ടി നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിപ്പിക്കുന്നു. അല്ലേ നമ്മളവിടെ നിൽക്കേണ്ടത് ഒന്ന് 2 പേര് എവിടെ നിൽക്കണം? അയാളെ ബാധിക്കുന്ന അക്ഷരങ്ങളും അക്കങ്ങളും ഉണ്ടാകില്ല. ഉറങ്ങും മുമ്പെനിക്കേറെ ദൂരമുണ്ട് നടക്കുവാൻ. എന്നോ വരും ഈ തെരുവിലെ ചോര കണ്ണു, എന്നോ ചില വരികൾ മുഴച്ചു കിടപ്പുണ്ടോ. ഇത് ബ്രാഞ്ച് സെക്രട്ടറി എന്ന നാടകമാണ്. കുടുംബ സദസ്സുകളെ അവതരിപ്പിക്കേണ്ട ഒരു നാടകമാണ്. അങ്ങനെയാണ് നാടകം എഴുതിയിട്ടുള്ളത്. ശരിയായ അർത്ഥത്തിലുള്ള ഒരു തെരുവ് നാടകമല്ല. ഇതിനകത്ത് സ്റ്റേജ് നാടകത്തിൻ്റെ അവശിഷ്ടങ്ങളും കാണാം. നാടകം എന്ന് പറയുന്നത് മനുഷ്യനെ പഠിപ്പിക്കാനുള്ള ഒരു വിദ്യാഭ്യാസ കല തന്നെയാണ്. നാടകം എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ്റെ കലയാണ് നാടകം എന്ന് പറയുന്നത്. അത് തെരുവ് നാടകമായാലും ഏത് നാടകമായാലും നാടകത്തിൻ്റെ ദൗത്യം മനുഷ്യരെ പഠിപ്പിക്കുക, ജനങ്ങളെ പഠിപ്പിക്കുക. എന്താണ് നാടകക്കാരൻ അല്ലെങ്കിൽ നാടക സംഘം ഉദ്ദേശിക്കുന്ന ആശയം, അതെങ്ങനെയാണ് ജനങ്ങളിൽ കാണാനിരിക്കുന്നവരിൽ എങ്ങനെയാണ് വിന്യസിപ്പിക്കേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ആശയം, ആ കലാസംഘത്തിൻ്റെ ആശയം, അവർ പ്രചരിപ്പിക്കുന്ന ആശയം പ്രേക്ഷകരിലേക്ക് വിന്യസിപ്പിക്കാനുള്ള ഒരു വലിയ ഒരു കലാരൂപമാണ് തെരുവ് നാടകം അല്ലെങ്കിൽ ഈ കുടുംബ സദസ്സ് നാടകം എന്നൊക്കെ പറയുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ മൗനസമരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തിരസ്കരിക്കും. അങ്ങനെ തിരസ്കരിക്കാനുള്ള ഇന്നത്തെ മനുഷ്യൻ്റെ ബോധത്തെ ഒന്നുകൂടെ തൊട്ടുകൊടുത്താനാണ് നമ്മൾ ബ്രാഞ്ച് സെക്രട്ടറി നാടകം കൊണ്ടുപോകുന്നത്. എല്ലാ കുടുംബ സദസ്സിലും ഈ നാടകം കൊണ്ടുചെന്ന് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതമാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു കൊടിമരം, ഒരു കൊടി ഉയർത്തുന്നു, മനുഷ്യൻ്റെ പതാക, നിങ്ങളെന്ന മനുഷ്യൻ്റെ പതാക. അത് ജാതി മത മറ്റ് വിശ്വാസങ്ങളുടെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ബ്രാഞ്ച് സെക്രട്ടറി പറയുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത്. ഈ ജീവിതമാണ് കുടുംബ സദസ്സുകളിൽ പറയാൻ പോകുന്നത്. അത് ഞങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഏറ്റെടുക്കണം എന്ന് പറയുകയാണ്. ഈ നാടകം എനിക്ക് എഴുതാൻ പ്രചോദനം തന്നത്
ദേശാഭിമാനിയിൽ വന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറയുന്ന കവിതയാണ് നിതീഷ് ഗോപി ഒരു നാടക ഇത് കിട്ടിയിട്ടുള്ള ആളാണ്, നാടക എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ഒരു പരിശീലനം കിട്ടിയിട്ടുള്ള ആളാണ്. അതുപോലെ വിശ്വനാഥൻ പനമ്പുകാട് അതുപോലെ വർഷങ്ങളായിട്ട് എന്നോടൊപ്പം നടക്കുന്ന ഒരാളാണ്. എൻ്റെ നാടകങ്ങൾ ഒരുപാട് സോക്രട്ടീസ് നാടകങ്ങൾക്ക് അഭിനയിച്ചിട്ടുള്ള ഒരു മാന്യ വ്യക്തിയാണ് വിശ്വൻ പനമ്പുകാടും നിങ്ങളൊപ്പം ചേരുകയാണ്, നമ്മോടൊപ്പം ചേരുകയാണ്. എല്ലാവരും ചേർന്നുകൊണ്ട് നമുക്ക് ഈ നാടകം ബ്രാഞ്ച് സെക്രട്ടറി എന്ന നാടകം മനുഷ്യരിലേക്ക്, പ്രേക്ഷകരിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കാം. അത് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം എന്ന് പറയുന്നത് അത് പാർട്ടിയെ സംശയിക്കുന്നവരെ ആ സംശയങ്ങളിൽ നിന്നും വേർപെടുത്തിയെടുക്കാനുള്ള ഒരു പ്രതിഫലം, പാർട്ടിയെ സംശയിക്കുന്നവരെ അതിൽ നിന്ന് എടുക്കാനുള്ള ഒരു പ്രതിഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ആ പ്രതിഫലത്തിന് വേണ്ടിയാണ് നിങ്ങളും നമ്മളെല്ലാവരും ഇത് അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ചെറിയ നാടകമാണ്. അത് എല്ലാ കുടുംബങ്ങളിലും ഒരു നിറഞ്ഞ സദസ്സിൽ വീട്ടുമുറ്റങ്ങളിലാണ്, വേറെ അതിന് രംഗങ്ങളോ തട്ടുകളോ ഒന്നുമില്ല. വീട്ടുമുറ്റങ്ങളിൽ പോയി നമ്മുടെ ഓഡിയൻസുമായിട്ട് സംവദിച്ചുകൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു ആശയം അത് നമ്മുടെ എറണാകുളം നഗരത്തിലെ ഒരു 50ഓളം കുടുംബങ്ങളിൽ ഒരു കുടുംബ സദസ്സുകളിൽ ഈ നാടകം കളിക്കാനാണ് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ബൈജു സദാനന്ദൻ അത് ഡയറക്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട രതീശൻ മാഷാണ്. ബ്രാഞ്ച് സെക്രട്ടറി എന്നൊരു കവിത നമ്മുടെ സമ്മേളന സമയത്ത് ഇറങ്ങിയിരുന്നു. അതിൽ നിന്നുള്ളൊരാശയത്തിൽ രൂപപ്പെടുത്തി ഗംഭീരമായി രതീശൻ മാഷ് രചിച്ച ഒരു തിരക്കഥയാണ്. ബൈജു അത് സംവിധാനം ചെയ്യുന്നു. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ എറണാകുളം മേഖലാ കമ്മിറ്റിയുടെ ഏതാണ്ട് വടതല, ഇളമക്കര, കലൂരി, ചേരാനല്ലൂർ പ്രദേശങ്ങളിലുള്ള കലാകാരന്മാർ, മുളവുകാട് പ്രദേശങ്ങളിലെ കലാകാരന്മാരാണ് ഇതിൽ അണിനിരന്നിട്ടുള്ളത്. അനുദീച്ച് കുറേ നാളായല്ലേ നാടകത്തിൽ അഭിനയിക്കുന്നത്? തീർച്ചയായും ഒത്തിരി നാളായി, ഒരു 30-33 വർഷത്തിനിപ്പുറം. ബ്രാഞ്ച് സെക്രട്ടറി എന്ന നാടകമാണ് ഇപ്പോൾ ചെയ്യണത്. അതെ. എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാമോ? വളരെ ഒരു സന്തോഷം തോന്നി. കാരണം നമ്മുടെ മുൻപിലുള്ള ഒട്ടേറെ ബ്രാഞ്ച് സെക്രട്ടറിമാരെ കണ്ടും അവരുടെ കീഴിൽ വർക്ക് ചെയ്തും അവരുടെ മേളിൽ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ട് വർക്ക് ചെയ്തും ഒക്കെ തന്നെ പല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിൽ കൂടി ഈ ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള നാടകത്തിലൂടെ കടന്നുപോയത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഒരു നാടകം ചെയ്യുകയാണ്, വീട്ടുമുറ്റത്ത് കളിക്കുന്നതിന് വേണ്ടിയാണ് ഈ നാടകം കളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം നാടകത്തിൻ്റെ കഥ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ബ്രാഞ്ച് സെക്രട്ടറി എന്ന ഒരു കവിത എടുത്തുകൊണ്ട് രതീശൻ ചേട്ടൻ എഴുതിയിട്ടുള്ളൊരു നാടകമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാടകം ഞങ്ങൾ പഠിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും രതീശൻ ചേട്ടൻ്റെ ഒരു രചനയ്ക്ക് അതിനകത്ത് അഭിനേതാവാകുന്നു എന്നുള്ള അഭിമാനവും സന്തോഷവും ഉണ്ട്. പല പല പൂക്കളെ ചേർത്ത് വസന്തത്തിലേക്ക് ചിറകുകൾ കുടയുന്ന തേനീച്ചയെപ്പോലെ അയാൾ ഒരു കൊടിമരം നട്ടു നനയ്ക്കുന്നുണ്ട് മനുഷ്യൻ്റെ പതാക കെട്ടാൻ.